മഞ്ഞുമൂടിയ ഒരു ചെറിയ പട്ടണത്തിൽ എല്ലായിടവും വെളിച്ചങ്ങളും പാട്ടുകളും. പക്ഷേ ഒരു വീട് മാത്രം ഇരുട്ടിൽ. ഈ ക്രിസ്മസിൽ അതിനെ മാറ്റാൻ ഒരാളുടെ ഹൃദയം തയ്യാറെടുക്കുന്നു. പട്ടണം മുഴുവൻ ചിരിയിലും വെളിച്ചത്തിലും. എല്ലായിടവും ആഘോഷം. പക്ഷേ ഒരിടത്ത് വെളിച്ചമില്ല, സന്തോഷമില്ല. ചെറിയ മിയ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി ചോദിച്ചു, അവിടെ ആ വീട്ടിൽ എങ്ങനെയാണ് ക്രിസ്മസ് ഇല്ലാത്തത്? ഒരുവനും മറുപടി അറിയില്ല. ഒരു രാത്രി ആ വീട്ടിലെ മുറ്റത്ത് ഒരു വെളിച്ചം ചിമ്മി. മിയ ചുറ്റും നോക്കി. ഭയവും അതിശയവും. അവൾ ഓടി, എന്താണെന്ന് കണ്ടെത്താൻ. മുറിയിലെ പൊടിയിൽ ഒരു പഴയ പെട്ടി. അത് തുറന്നപ്പോൾ ഒരു പൊട്ടിയ ഹൃദയാകൃതിയിലുള്ള അലങ്കാരം. തിളങ്ങുന്ന വെളിച്ചം, ജീവനെപ്പോലെ. ആ വീട്ടിലെ വൃദ്ധൻ ഈ അലങ്കാരം പിടിച്ച് കരഞ്ഞു. ഒന്നുകാലത്ത് അവന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷേ ഒരു ക്രിസ്മസിൽ എല്ലാം തകർന്നു. മിയയുടെ സ്പർശം ആ അലങ്കാരത്തിന് ജീവൻ നൽകി. മാന്ത്രിക ആത്മാവ് പ്രകാശം പോലെ ചിരിച്ചു. പട്ടണം മുഴുവൻ അത്ഭുതം നിറഞ്ഞു. എന്നാൽ മാന്ത്രിക ശക്തി നിയന്ത്രണം തെറ്റി. കാറ്റുമുഴങ്ങി, വെളിച്ചങ്ങൾ വീണു. പട്ടണം ഭയത്തിൽ വിറച്ചു. വൃദ്ധൻ അലങ്കാരം കരുതിക്കൊണ്ടു പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടത് തിരികെ വേണം. അവന്റെ കണ്ണുകളിൽ കണ്ണീരും പ്രതീക്ഷയും. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആദ്യമായി പട്ടണം വീണ്ടും പ്രകാശിച്ചു. ചിരിയും പാട്ടും ആശ്ലേഷങ്ങളും. ആർ വീണുപോയി എന്ന് ഇനി ആരും ഓർക്കുന്നില്ല. മഞ്ഞു മൂടിയ രാത്രിയിൽ അവൾ തിരിച്ചുവന്നു, പ്രകാശം പോലെ ശാന്തമായി. എനിക്ക് നീ ഒരിക്കലും മറന്നില്ലല്ലോ, അവൾ പറഞ്ഞു. വൃദ്ധൻ ചിരിച്ചു. മറന്നിരുന്നത് മാജിക് അല്ല, മങ്ങിയിരുന്ന ഹൃദയമാണ്. മിയ പുതിയൊരലങ്കാരം കണ്ടു. അത് പുതിയ കഥയുടെ തുടക്കം. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ ഒരു ചെറിയ ലൈക്ക് കൊടുക്കൂ. കമന്റിൽ നിങ്ങളെ സ്പർശിച്ച നിമിഷം എഴുതൂ. ഒരാൾക്ക് സന്തോഷം തരാൻ ഇത് ഷെയർ ചെയ്യൂ. ഇനി വരാനിരിക്കുന്ന മാജിക്കൽ കഥകൾ നഷ്ടമാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. ഈ ക്രിസ്മസിൽ നമ്മൾ ഒരുമിച്ച് വെളിച്ചം പകരാം. നന്ദി. സ്നേഹം നിറഞ്ഞ രാത്രി.